വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഡിഫെൻഡ് ചെയ്യുന്ന കുറെ വക്താക്കളെ നമ്മൾ ചാനൽ ചർച്ചകളിൽ കാണാറുണ്ട്. അണ്ടർ എംപ്ലോയ്മെന്റിനെ പറ്റി ആരും ചർച്ച ചെയ്യാറില്ല. ഒന്ന്. രണ്ടാമത് ഇപ്പൊ ക്രിസ്റ്റ്യനെ പറഞ്ഞ പോലെ തന്നെ ഈ ഈ സ്ത്രീ പ്രാതിനിധ്യം എത്ര വേണം. നിങ്ങൾ ഒറ്റൊരു കാര്യം ചെയ്താൽ മതി. കേരളത്തില് ഇപ്പോ നമ്മൾ അല്ലെങ്കിൽ കേരളം വിട്ട് കഴിഞ്ഞാൽ, കേരളത്തിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ്. കേരളം വിട്ട് കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ബൈ റോഡ് ട്രാവൽ ചെയ്യുവാണെങ്കിൽ സ്ത്രീകൾക്ക് ടോയ്ലറ്റിൽ പോകാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ടോ? എനിക്കറിയാവുന്നത് ഒന്ന്, നമ്മളിപ്പോ കോയമ്പത്തൂരിൽ നിന്ന് നമ്മളിപ്പോ തൃശ്ശൂർക്ക് വരുവാണെങ്കിൽ ട്രാവൽ ലോഞ്ച് എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റി ഉണ്ട്. അതല്ലാതെ വേറെ ഏത് ഫെസിലിറ്റി ആണ്, അല്ലെങ്കിൽ പബ്ലിക് ഫെസിലിറ്റി ആണ് സ്ത്രീകൾക്ക് ടോയ്ലറ്റിൽ പോകാനും അവരുടെ കാര്യങ്ങൾ ഇതാക്കാൻ വേണ്ടിയിട്ട് വൃത്തിയായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റി കാണിച്ചു തരാൻ പറ്റും ഇന്ത്യയിൽ എവിടെയെങ്കിലും? കുറവാണ്. ഏതെങ്കിലും ഹോട്ടൽസിൽ പോകണം, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സിൽ പോകണം, അല്ലെങ്കിൽ കഫറ്റീരിയയിൽ പോകണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് മുമ്പോട്ട് വെക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു മെയിൽ ആയിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ആണായിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോൾ അത് ആ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് പോളിസീസ് ഉണ്ടാക്കാൻ പറ്റണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അത് സ്ത്രീകൾക്ക് ചിലപ്പോൾ അത് അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതേപോലെ ചിന്തിക്കുന്ന ആണുങ്ങളായിരിക്കണം. പക്ഷെ ഒരു പാട്രിയാർക്കിക്കൽ സൊസൈറ്റിയിൽ അതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. അത് നിങ്ങൾക്കും മനസ്സിലാവും, നമുക്കും മനസ്സിലാവും. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതൊരു അല്ലെങ്കിൽ അത് ടെററിസ്റ്റ് ആക്ടിവിറ്റി ഒന്നും അല്ലല്ലോ. സ്ത്രീകൾക്ക് ഒരു എന്താ പറയാ, അവർക്ക് നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ വെക്കാൻ വേണ്ടിയുള്ള ഫെസിലിറ്റീസ് വേണം. അപ്പൊ അത് ആണുങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ, ഇത്രയും നാളായിട്ട് മനസ്സിലാകാത്ത ആണുങ്ങൾ ഉള്ളത് കൊണ്ടാണ് 50% സ്ത്രീ പ്രാതിനിധ്യം എന്നൊരു സാധനം പറയുന്നത്.